ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അസ്ഹാബുൽ മുഅല്ലഖാത്ത് യൂണിറ്റ് 4. മുഅല്ലഖയുടെ ആളുകൾ. മുഅല്ലഖകൾ എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണ്? മുഅല്ലഖയുടെ അസ്ഹാബ്, അതിനെക്കുറിച്ചാണ് ഈ പാഠം. ജുന്ദുഹ് ഇബ്നു ഹുജർ ഇബ്നുൽ ഹാരിസ് അൽ കിന്ദി യുഅറഫു, അദ്ദേഹത്തെ അറിയപ്പെടുന്നു ബിസ്മി ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസ് എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ആൾ അദ്ദേഹമാണ്. ഇമ്രുൽ ഖൈസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ലുഖിബ ബിൽ മലിക്കുൽ വലീൽ. മലിക്കുൽ വലീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേര് ഉള്ളത്. മലിക്കുൽ വലീൽ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിയ രാജാവ് എന്നാണ്. വദിൽ ഖുറൂഹ്, ദുൽ ഖുറൂഹ് എന്നും മുറിവുകളുള്ള ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ അദ്ദേഹത്തെ വിളിക്കപ്പെടുന്ന പറയപ്പെടുന്ന രണ്ട് ലഖബ്, അലം എന്നാണ് അതിനെ പറയാം. ലഖബുകളാണ് ഇത് രണ്ടും. വലിദ, അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടു ഫി ദിയാരി ബനി അസദ്, ബനി അസദ് വീട്ടിൽ. നജിദ്, നജിദിലുള്ള ബനു അസദ് ഗോത്രത്തിലെ ഒരു വീട്ടിലാണ് അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ബനു അസദ് ഗോത്രത്തിലെ നഷ, പക്ഷെ അദ്ദേഹം വളർന്നത് ഫി ഖബീലത്തി കിന്ദ, കിന്ദ എന്ന ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. വഖദ് തറദഹു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. തറദ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അബൂഹു, അദ്ദേഹത്തിന്റെ പിതാവ്. ബി സബബി മജൂനിഹി, അദ്ദേഹത്തിന്റെ ധാരാളിത്തം, പിന്നെ തമാശ, ഈ തമാശയും കളിയും ഒക്കെ കൂടിയിട്ടുള്ള സംഗതിയാണ് മുജൂൻ എന്ന് പറയുന്നത്. വതശബ്ബുഹി ബിന്നാസി, സ്ത്രീകളോട് അദ്ദേഹം സാദൃശ്യമായതിനു വേണ്ടി എന്ന് പറയുന്നത് സ്ത്രീയുടെ വേഷം കെട്ടി നടക്കുക. ഇതൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി. സുഹൈർ ബിനു അബി സുൽമ, റബീഅത്തു ബിനു റബാഹിൽ മുസനി, ഖബീലത്തു മുസൈന, മുസൈന ഗോത്രത്തിലുള്ള ആളാണ് അദ്ദേഹം. യുലഖബു ബി ഹക്കീമുശ്ശുഅറാ, അദ്ദേഹത്തെ സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഹക്കീമുശ്ശുഅറാ എന്നാണ്. ജ്ഞാനിയായ കവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാതിന്. ഉലിദ ഫിൽ ഹാജിർ, ഹാജിർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടത്. വതഖഉ ഫി അർളി നജ്ദ്, അത് ഉള്ളത്, അതായത് ഈ ഹാജിർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോ അത് നജ്ദിന്റെ മണ്ണിലാണ്. നജ്ദിൽ തന്നെയാണ് ഈ ഹാജിർ ഉള്ളത്. ഹാജിർ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ഇർത്തഹൽ, അദ്ദേഹം യാത്ര പോയി. ആയിലത്തിഹി, അദ്ദേഹത്തിന്റെ കുടുംബസമേതം, ഭാര്യ മക്കളൊക്കെ കൂടിയിട്ടുള്ള ആയിലത്ത് എന്ന് പറയാം. അവരോടൊപ്പം യാത്ര പോയി. ഇല അർലി ഗത്തഫാൻ, ഗത്തഫാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര പോയി. ഗത്തഫാൻ തന്നെയല്ലേ. അടുത്തത് സിയാദ് ബിൻ മുആവിയ ഇബ്നു ലബാബി ബിൻ ജാബിർ ബിൻ യർബൂഅ് യുകന്നാബി അബി ഉമാമ, അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് അബൂ ഉമാമ എന്നാണ്. ലുഖിബബി, അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് നാബിഗ, നാബിഗ എന്നതുകൊണ്ടാണ്. നാബിഗ തന്നെ പ്രതിഭാശാലി എന്നൊക്കെയാണ് അർത്ഥം. മികവ് തെളിയിച്ച ആൾ, അങ്ങനെ ഉള്ള ആളുകളെയാണ് നാബിഗ എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് നാബിഗ എന്നാണ്. കാരണം ലി അന്നഹു, അദ്ദേഹം നബഗ, അദ്ദേഹം പ്രതിഭയായി അല്ലെങ്കിൽ പ്രതിഭാധനത്വം തെളിയിച്ചു. ഫിശ്ശഅരി, കവിതയിൽ. ഹസ്നത്ത് അലാഖത്തുഹു മഅൽ മലിക്കിൽ മുൻദിർ ബിൻ മാഇസ്സമാ, മുൻദിർ ബിൻ മാഇസ്സമ എന്ന രാജാവിനോട് കൂടെ അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. വൻ നുഅ്മാൻ ബിൻ മുൻദിർ, നുഅ്മാൻ ബിൻ മുൻദിറുമായിട്ടും നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഖീല, പറയപ്പെടുന്നുണ്ട്, ഇന്ന നാബിഗത കാന യഅകുലു ബി അമാനി മിൻ അദ്ദഹബി വൽ ഫിദ്ദ, നാബിഗത്ത് ദഹബിന്റെയും അതായത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ നിന്നാണ് ഭക്ഷിച്ചിരുന്നത് എന്ന് അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വർണ്ണവെള്ളിയുടെ പാത്രങ്ങളിൽ അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ പറ്റിയത്? മിൻ കസ്റതി മാ കസബ മിൻ മദ്ഹിൽ മുലൂക്, മിൻ കസ്റതി മാ കസബ, അദ്ദേഹം നേടിയ ഒന്നിന്റെ ധാരാളിത്തം കാരണം. എന്താണ് അദ്ദേഹം നേടിയത്? സാമ്പത്തികമായിട്ടോ ഒക്കെയുള്ള ആ കരുത്തായിരിക്കണം. അതാണ് മിൻ കസ്റതി മാ, ഒന്നിന്റെ വർധനവ് കാരണം. കസബ, അദ്ദേഹം നേടി. എങ്ങനെ നേടി? മിൻ മദ്ഹിൽ മുലൂക്, രാജാക്കന്മാരുടെ പ്രശംസയാൽ അദ്ദേഹം നേടിയ സംഗതികളുടെ
വർധനവ് കൊണ്ട് സമ്പത്ത് തന്നെ ആയിരിക്കാം അപ്പോൾ വർദ്ധിച്ച് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, അല്ല സമ്മാനങ്ങളൊക്കെ. അതുകൊണ്ട് അദ്ദേഹം സ്വർണം വെള്ളിയുടെ പാത്രങ്ങളിൽ നിന്നാണ് ഭക്ഷിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാണ്. ലബീദ് ബിൻ റബീഅ മിൻ ബനി ആമിർ ബിൻ സഅസഅ ഖബീലത്തു മുളർ. അദ്ദേഹം മുളർ കബീലയാണ്, മുളർ ഗോത്രം. ഷാഇറുൻ ബദവിയുൻ, ഒരു നാടോടി കവിയാണ്. ശുജാഉൻ, ധീരനായ. അദ്റക്കൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിനെ കണ്ടെത്തിക്കുകയും ഇസ്ലാമിനെ അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ഫാസ്ലമ, അങ്ങനെ അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്തു. വഖദ് ഖാലൽ കസീറ മിനൽ അശ്ആർ, അദ്ദേഹം കവിതകളിൽ നിന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ധാരാളം കവിതകളുണ്ട്. ഖബല ഇസ്ലാമികി, ഇസ്ലാമിന്റെ മുമ്പ് കവിതകളിൽ നിന്ന് ധാരാളം പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഫി കുല്ലി ഗറളിൻ, ഓരോ ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ കവിത ഉണ്ടായിരുന്നു. ഇല അൻ അസ്ലമ, മുസ്ലിം ആകുന്നത് വരെയാണ് അത് ഉണ്ടായത്. ഫഹജറ ഷഅർ, അങ്ങനെ കവിതയെ അദ്ദേഹം വെടിഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കി. അപ്പൊ കവിതയെ ഒഴിവാക്കിയതാര്? മൻ തറക ശഅറ അല്ലെങ്കിൽ മൻ ഹജറ ശഅറ എന്ന് ചോദ്യം ഉണ്ടായാൽ ലബീദ് ഇബ്നു റബീഅ എന്നാണ് ഉത്തരം. ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാന. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതികളും. ഇദ് ലം യഅതിനി അജലി, അല്ലാഹു എൻ്റെ അജല് അവധി തന്നില്ല. ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാലൻ, ഇസ്ലാമിൽ നിന്നുള്ള വസ്ത്രം ഞാൻ ധരിക്കുന്നത് വരെ. അതായത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹു എൻ്റെ അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്ന് പറഞ്ഞാൽ ആയസിൻ്റെ അവധി എനിക്ക് തന്നില്ലല്ലോ, അതായത് എന്നെ മരിപ്പിച്ചില്ലല്ലോ എന്ന്. മുസ്ലിം അല്ലാത്ത നിലയിൽ, അമുസ്ലിമായ നിലയിൽ എന്നെ മരിപ്പിച്ചില്ലല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അടുത്ത ആൾ അബുൽ അസദ് അംർ ബിൻ കുൽസൂം അത്തഗ്ലിബി മിൻ സാദാത്തി തഗ്ലിബ. തഗ്ലിബ് എന്ന ഗോത്രത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഉമ്മുഹു ലൈല ബിന്തു മുഹൽഹിൽ, ഉമ്മയുടെ പേര് ലൈല എന്നായിരുന്നു. ബിന്തു മുഹൽഹിലിന്റെ മകളായ ലൈല ബിന്തു മുഹൽഹിൽ. നശഅ, അദ്ദേഹം വളർന്നു. ഫി ബൈത്തിൻ മിൻ ജാഹിൻ വഹസബിൻ വസുൽത്താനിൻ. ബാക്കി നടത്തുന്ന നോക്കുക. അധികാരം, തറവാടിത്തം, പ്രതാപം, ഇതൊക്കെയുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം വളർന്നത്. ജാഹ് എന്ന് പറഞ്ഞ പ്രതാപം, ഹസബ് എന്ന് പറഞ്ഞാൽ തറവാടിത്തം, സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം. സോറ അമ്ര ആയി. അബുൽ അസദ് അമ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമായി സയ്യിദ ഖൗമിഹി, തന്റെ ജനതയുടെ നേതാവായി. മാത ഫീ സനതി സിത്തുമിയ സി കോമണറ 600 അദ്ദേഹം മൗത്തായത്. യുഅദ്ദു, എണ്ണപ്പെടുന്നു. മിൻ ഫുർസാനി തഗ്ലിബ വൽ അറബി, അറബികളിലെയും അതുപോലെ തഗ്ലിബ് ഗോത്രത്തിലെയും ധീരരായ ആളുകളിൽപ്പെട്ട് അദ്ദേഹത്തെ എണ്ണപ്പെടുന്നു. ഫുർസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര പോരാളി എന്നർത്ഥം പറയും. പിന്നെ അതുപോലെ ധീരൻ എന്നർത്ഥത്തിലും ചിലയിടത്ത് ഫുർസാൻ എന്ന് ഉപയോഗിക്കലുണ്ട്. അല്ലെങ്കിൽ തഗ്ലിബ് ഗോത്രത്തിലെ പിന്നെ അതുപോലെ അറബികളിലൊക്കെ കുതിരപ്പടയാളിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഖത്തല, അദ്ദേഹം കൊന്നു. ഇയാള് കൊല നടത്തിയിട്ടുണ്ട്. ആരെ? മലിക്കൽ ഹീറ അംർ ബിൻ ഹിന്ദ് എന്ന് പറയുന്ന ഹീറയിലെ രാജാവിനെ അദ്ദേഹം കൊലപ്പെടുത്തി. അൻതറത്ത് ബിൻ ഷദ്ദാദ് ഇബ്നു അംർ ഇബ്നു മുആവിയത്ത് ഇബ്നു ഖുറാദിൽ അബ്സി എന്ന ആൾ. മിൻ നജ്ദിൽ നിന്നുള്ള കവിയാണ് അദ്ദേഹം. യുലഖബു, അദ്ദേഹത്തെ സ്ഥാനപ്പേര് നൽകപ്പെടുന്നു ബി അൻതറത്തൽ ഫൽഹാ എന്നും അദ്ദേഹത്തെ പറയപ്പെടാറുണ്ട്. അദ്ദേഹം സ്ഥാനപ്പേരുണ്ട്. ഉമ്മുഹു, അദ്ദേഹത്തിന്റെ ഉമ്മ ഹബഷിയത്തുൻ, അബിസീനിയക്കാരിയാണ് ഉമ്മ. നഫാഹു വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആട്ടിവിട്ടിട്ടുണ്ട്. നഫാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അകറ്റി. വാലിദുഹു, തന്റെ പിതാവ് അകറ്റി എന്ന് പറഞ്ഞാൽ പുറത്താക്കി തന്നെ. വബഅദ അൻ കബിറ, അദ്ദേഹം വലിയ ആളായതിന്റെ ശേഷം, വളർന്നു വലുതായതിന്റെ ശേഷം, ഇസ്തദഅഹു വാലിദുഹു, തന്റെ പിതാവ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. വഅതറഫ ബിഹി, അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. ഉഅ്തുബിറ, പരിഗണിക്കപ്പെടുന്നു. അൻതറയെ പരിഗണിക്കപ്പെടുന്നു. മിനശ്ശുഅറാഇൽ ഫുർസാൻ, ശുഅറാഉൽ ഫുർസാൻ, ധീരരായ കവികൾ, ആ കൂട്ടത്തിലായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. ഉസ്തുഹിറ ബിഖിസ്സതി ഹുബ്ബിഹി ലിബ്നതി അമ്മിഹി
അബ്ല ബിൻത് മാലിക്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്റെ മകളായ അബ്ല ബിൻത് മാലിക് എന്ന പെൺകുട്ടിയുമായുള്ള പ്രണയ കഥ മൂലമാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. അടുത്ത തൊറഫത്തുബ്നു അൽ അബ്ദ് ഇബ്നു സുഫിയാന ഇബ്നു സഅദ് ഇബ്നു മാലിക് ഇബ്നു റബീഅത ഇബ്നു ഖൈസ് ഇബ്നു സഅലബ മിൻ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഇസ്മുഹു അംർ, അദ്ദേഹത്തിന്റെ പേര് അംർ എന്നാണ്. ശരിക്കുള്ള പേര് അംർ എന്നാണ്. ആശ തൊറഫത്തു, തൊറഫ ജീവിച്ചു. യതീമൽ അബി, വാപ്പയില്ലാത്ത അനാഥനായിട്ട് ജീവിച്ച ആളാണ്. തുഫിയ, മരണപ്പെട്ടു. ഫി മുഖ്തബലി ശബാബിഹി, അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ തുടക്കത്തിൽ, ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്, യുവത്വത്തിന്റെ തുടക്കത്തിൽ. വഹുവ, അദ്ദേഹം ഫിൽ ഇശ്രീനാത്തി മിൻ ഉംരിഹി, ഇശ്രീനാത്ത്, ഇശ്രീൻ എന്ന് പറഞ്ഞാൽ 20, ഇശ്രീനാത്ത് എന്ന് പറഞ്ഞാൽ 20കൾ എന്ന് പറഞ്ഞാൽ 20, 21, 22 അങ്ങനെ 29 വരെയുള്ളതിനെ നമ്മൾ 20-ൽ ചില്ലാനും അല്ല 20കളിൽ എന്ന് പറയുമല്ലോ, 22, 23, 26 ഒക്കെ, അതാണ് ഇശ്രീനാത്ത്. വഹുവ ഫിൽ ഇശ്രീനാത്തി മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ ആയുസ്സിൽ നിന്ന് 20കളിലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. എങ്ങനെ? മഖ്തൂലൻ, കൊല ചെയ്യപ്പെട്ട വിധത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഒരു കൊലപാതകം മുഖേന അദ്ദേഹത്തെ കൊന്നതാണ് അർത്ഥം. അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ മരണപ്പെട്ടു. ബഅദ ഹിജാഇഹി, അദ്ദേഹം പരിഹസിച്ച് കവിതയുണ്ടാക്കിയതിൻ്റെ ശേഷം. ഹിജ എന്ന് പറഞ്ഞാൽ കവിതയിലെ, നമ്മളത് പറഞ്ഞെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലേ. ഹിജ കവിതയുടെ ഒരു ഇനാണ്, പരിഹാസം. അപ്പൊ അങ്ങനെ പരിഹസിച്ചതിന്റെ ശേഷം ആരെയാണ് പരിഹസിച്ചത്? അൽ മലിക അംർ ഇബ്നു ഹിന്ദിൻ, അംർ ഇബ്നു ഹിന്ദ് എന്ന രാജാവിനെ അദ്ദേഹം പരിഹസിച്ചു. ഈ രാജാവിനെ പരിഹസിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തപ്പെട്ട നിലയിൽ കണ്ടത്. ഈ അംർ ഇബ്നു ഹിന്ദ് എന്ന രാജാവിനെ പരിഹസിച്ചതിന് ശേഷം ഈ രാജാവുണ്ടല്ലോ, ഈ രാജാവിനെ മറ്റൊരാൾ കൊലപ്പെടുത്തിയെന്ന് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അബു ഉബൈദ അൽ ഹാരിസ് ബിനു ഹിൽസ ഇബ്നു മക്റൂഹിൻ സയ്യിദുൻ മിൻ സാദാത്തി ഖബീലത്തി ബക്കർ ഫിൽ ഇറാഖ്, ഇറാഖിലെ ബക്കർ ഗോത്രത്തിലെ നേതാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. കാനൽ ഹാരിസ് ആയിരുന്നു യുക്സിർ മിൻ ശഅരിൽ ഫഖർ, അദ്ദേഹത്തിന്റെ കവിതയുടെ ഉദ്ദേശം ഫഖറായിരുന്നു. അതായത് മിൻ ശഅരിൽ ഫഖരി ബി ഖബീലത്തിഹി വഅഹ്ലിഹി, അദ്ദേഹത്തിന്റെ കബീല, ഗോത്രം, അഹ്ലി എന്ന് പറഞ്ഞ കുടുംബം. അപ്പൊ അദ്ദേഹത്തിന്റെ ഗോത്രത്തെ, കുടുംബത്തെ മഹത്വപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ അഭിമാനം. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനം പറയാ എന്ന് പറഞ്ഞില്ല നമ്മൾ, ഫഖർ പറയാ. അപ്പോൾ കുടുംബത്തിന്റെയും പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെയും ഒക്കെ ഫഖർ പറഞ്ഞിട്ടുള്ള കവിതകൾ വളരെയധികം ധാരാളം അധികരിപ്പിച്ചിരുന്നു അദ്ദേഹം. ഫകാനത്തിൽ അറബു, അറബികൾ പറയാറുണ്ട് ഇങ്ങനെ, അഫ്ഖറു മിനൽ ഹാരിസ് ഇബ്നു ഹിൽസ, ഹാരിസ് ഇബ്നു ഹിൽസയേക്കാൾ അഫ്ഖറായവൻ എന്ന് പറയാറുണ്ട്. അതായത് ഗോത്രങ്ങളെയും കുടുംബത്തെയും പറ്റിയിട്ട് അവരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി, അവരുടെ ഫഖർ, അവരുടെ അപദാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അഭിമാനം, അതൊക്കെ ഇങ്ങനെ ഉയർത്തി പറയുന്ന ഒരാളെ കണ്ടാൽ അറബികൾ പറയും, ഓ അഫ്ഖറു മിനൽ ഹാരിസ് ഇബ്നു ഹിൽസ, ഹാരിസ് ഇബ്നു ഹിൽസയേക്കാൾ അഫ്ഖറായവൻ, വളരെ അഭിമാനത്തോടെ പറയുന്ന ആൾ എന്ന് പറയാറുണ്ട്. അതായത് ഇയാൾ വളരെ ഫഖർ പറയുന്ന ആളാണ്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പറയുന്ന ആളെ കണ്ടാൽ അവരങ്ങനെ പറയാറുണ്ട്. അടുത്തത് ഉബൈദ് ഇബ്നുൽ അബ്റസ് ഇബ്നുൽ ജുഷം ഇബ്നു ആമിർ അസദി യുകന്ന ബി അബി ദൂദാൻ, അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു അബി ദൂദാൻ എന്നാണ്. വ അബി സിയാദ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. സാഹിബു മുഅല്ലഖത്തി മിനൽ മുഅല്ലഖാത്തിൽ അശർ, 10 മുഅല്ലഖകളിൽ നിന്ന് ഒരു മുഅല്ലഖയുടെ ആളാണ് ഇദ്ദേഹം. സുമ്മിയ, ഇദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുന്നു ബിബ്നുൽ ബറസ്, ഇബ്നുൽ അബ്റസ് എന്ന് പേര് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പാക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇബ്നുൽ അബ്റസിന്റെ മകൻ എന്നർത്ഥത്തിൽ അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നുണ്ട്. ഷാഇറു ബനി അസദ്, ബനു അസദ് ഗോത്രത്തിലെ കവിയായിരുന്നു അദ്ദേഹം. ഹുവ മിന ശുഅറാഇൽ മുഅമ്മരീൻ,
മുഅമ്മരി എന്ന് പറഞ്ഞാൽ ദീർഘായുസ് നൽകപ്പെട്ട കവികളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അടുത്ത മൈമൂൻ ഇബ്നു ഖൈസ് ഇബ്നു ജന്ദൽ ഇബ്നു ഷറാഹീൽ ഇബ്നു ഔഫ് ഇബ്നു സഅദ് ലുഖിബ, അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടു ബിൽ ആയിഷ. ആയിഷ എന്നാണ്. ആയിഷ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കണ്ടു കാണാത്ത ആളെന്നാണ് അതിൻ്റെ അർത്ഥം. ബിസബബി ളുഅ്ഫിൻ ഫി ബസരിഹി, അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ബലഹീനത ഉണ്ടായ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആയിഷ എന്ന് പറയപ്പെടാറുണ്ട്. അഴ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുടൻ എന്നാണ് അർത്ഥം. ഇത് ആയിഷ, രാത്രിയിൽ കണ്ടു കാണാത്ത ആള് എന്നാണ് അർത്ഥം. അൽഖാബുഹു, അദ്ദേഹത്തിന്റെ ലഖബുകൾ. മറ്റു പിന്നെയുണ്ട് അദ്ദേഹത്തിന് നൽകപ്പെട്ടുള്ള പേരുകൾ. ആയിഷ ഖൈസിൻ, അൽ ആയിഷ അൽ കബീർ എന്നുണ്ട്. സന്നാജത്തുൽ അറബ്, അറബികളിലെ സംഗീതജ്ഞൻ എന്നൊരു വാക്ക് പേരും കൂടി അദ്ദേഹത്തിനുണ്ട്. ഉലിദ, പ്രസവിക്കപ്പെട്ടു ഫി ഖറിയത്തി മിൻഫൂഹ എന്ന ഗ്രാമത്തിൽ, എന്ന ഖറിയ എന്ന ഗ്രാമം, ഫിൽ യമാമ, യമാമയിലുള്ള മിൻഫൂഹ എന്ന ഖറിയയിലാണ്, ഗ്രാമത്തിലാണ് അദ്ദേഹത്തെ പ്രസവിക്കപ്പെട്ടത്. ആം 570, 570 അമിയ, അദ്ദേഹം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഫി അവാഹിരി, നേരത്തെ പറഞ്ഞ കണ്ണിന്റെ കാഴ്ചക്ക് ദുർബലത ഉണ്ടെന്നാണ് കേട്ടോ. അമിയ ഫി അവാഹിരി ഹയാത്തി, അദ്ദേഹത്തിന്റെ ഹയാത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം കുരുടനായി തീർന്നു, കണ്ണ് കാണാത്ത ആളായി തീർന്നു. ഷാഇറും മിൻ ഷുഅറായി തബഖത്തുൽ തബഖത്തുൽ ഒന്നാം ഗ്രേഡിലെ കവികളിൽപ്പെട്ട കവിയായിരുന്നു അദ്ദേഹം. قيل في أشعار الناس امرؤ القيس إذا ركب والنابغة إذا رهب وزهير بن أبي سلمى إذا رغب والعائشة إذا طرب. ഇവിടെ 4 ആളുടെ പേര് പറഞ്ഞല്ലോ. ഇവർ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഈ കവികളുടെ കൂട്ടത്തിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന 4 പേരാണ്. ഇവരെ ഒരു പ്രത്യേക വിധത്തിൽ പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്രുൽ ഖൈസ് ഇദാ റക്കിബ, ഇമ്രുൽ ഖൈസ് നല്ല പ്രതിപാദനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം. എപ്പോ ഇദാ റക്കിബ, അതിൻ്റെ അർത്ഥം അദ്ദേഹം വാഹനം കയറിയാൽ എന്നാണ്. അതായത് കുതിര സവാരി, വേട്ടയാടൽ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം എന്ന് മാത്രമല്ല, വേട്ടയാടൽ സംബന്ധമായി ഈ കുതിരയുമായി ബന്ധപ്പെട്ട്, കുതിര സവാരിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ പരാമർശങ്ങൾ. ആ സമയങ്ങളിൽ അദ്ദേഹം വളരെ മനോഹരമായ വിധത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ വരിക. വന്നാബിഗത്തു ഇദാ റഹിബ, നാബിഗ, അദ്ദേഹത്തിന്റെ ഈ കവിതയിലെ പ്രതിപാദനത്വം പുറത്തു വരിക എപ്പോഴാണെന്നറിയോ? ഇദാ റഹിബ, അദ്ദേഹം ഭയന്നാൽ എന്നാണ് റഹിബ എന്നതിൻ്റെ അർത്ഥം. ഭയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർ, ഭരണകൂടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങൾ അതാണല്ലോ. പിന്നെ വേറെ ഉണ്ടായിരിക്കാം, ഏതായാലും ഇവർ പറയുന്നത് അങ്ങനെയാണ്. സുഹൈർ ബിൻ അബി സുൽമ ഇദാ റഗിബ, അദ്ദേഹം ആഗ്രഹിച്ചാൽ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ അദ്ദേഹത്തിന്റെ കാവ്യപ്രപഞ്ചത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റുക. വൽ ആയിഷ ഇദാ ത്വരിബ, അദ്ദേഹം ആഹ്ലാദിച്ചാൽ എന്നാണ്. അതിന്റെ വിശദീകരണം നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയണത് എന്താണ്, മദ്യം, നൃത്തം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ടല്ലോ. അങ്ങനെ അടിച്ചുപൊളിയുടെ സന്ദർഭങ്ങളിലാണ് ആയിഷ. അപ്പൊ ഇമ്രുൽ ഖൈസ് വാഹനം കയറിയാൽ, മറ്റാൾ പേടിച്ചാൽ, അതുപോലെ സുഹൈർ ബിൻ അബി സുൽമ അദ്ദേഹം ആഗ്രഹിച്ചാൽ, ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ചേർത്തായിരിക്കും അദ്ദേഹത്തിന്റെ കവിത ഉണ്ടാവുക. മറ്റേയാൾ സന്തോഷകരമായിട്ടുള്ള കാര്യം, ഇത് അത്തരിമ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചാൽ, ആഹ്ലാദിച്ചാൽ എന്നൊക്കെ അർത്ഥം. അടുത്തത് ചോദ്യോത്തരങ്ങളാണ്. ചോദ്യങ്ങളും അതിലുണ്ട്, ഉത്തരങ്ങളും ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കിട്ടുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം.